എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് ഞണ്ട് റോസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇവിടേക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്സുകൾ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 കരണ്ടി വലിയ കരണ്ടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതിൻ്റെ നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നല്ല മൂത്ത മണം വരണം. ഇതിലേക്ക് ഞാൻ ഒരു 8-10 ചെറിയ ഉള്ളിയും ഒരു സവാളയുടെ ചെറിയ സവാള അത് നേർക്ക അരിഞ്ഞാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എല്ലാം ചെറിയ ഉള്ളി തന്നെയായിട്ട് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സവാള മാത്രമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി ഒരു ബ്രൗൺ നിറം, ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഇത്രയും അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി അതിലേക്ക് ഒരു ചെറിയ തക്കാളി അത് ഞാൻ മിക്സിയിൽ അടിച്ച് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ ഞണ്ടിന് തന്നെ ഉപ്പ് രസം ഉള്ളത് കൊണ്ട് ഇതിൽ ഉപ്പിടുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഇനി ഇത് നല്ലതുപോലെ വഴണ്ട് അതിൽ എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ ഇതിലേക്ക് ഇറക്കിയിടണം. ഇത് ഞാൻ അതിൻ്റെ ഞണ്ട് കഷ്ണങ്ങൾ രണ്ടായിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. കാരണം അതിലേക്ക് അരപ്പ് പിടിക്കാനുള്ള ഒരു സൗകര്യത്തിനാണ് അങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നത്. ഇതിനെ നല്ലതുപോലെ ഇളക്കി അരപ്പെല്ലടവും പുരട്ടത്തക്ക രീതിയിൽ ഇളക്കി അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, ചൂട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റിന് മാറ്റം വരും. അത് ഒഴിച്ച് ഇളക്കി കുറച്ച് നേരം അടച്ച് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഞണ്ട് ഏകദേശം വെന്തിട്ടുണ്ടാവും. അരപ്പും ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇതിൽ പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചില്ലി പേസ്റ്റ് ചേർക്കുന്നത്. കുഴപ്പമില്ല, അത് ഇപ്പോൾ ചേർത്തെന്നും പറഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റും കൂടി നമ്മൾ അടുപ്പിലിട്ട് അത് തുറന്ന് നോക്കുമ്പം കുറേ കൂടെ എണ്ണയൊക്കെ അരപ്പൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് കറി മസാലപ്പൊടി ചേർക്കാം. ഈ കറി മസാലപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എരി കുറവാണെങ്കിൽ ഒരു 1/4 കരണ്ടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴതിനൊരു പ്രത്യേക മണം ഉണ്ടാവും, നല്ല രുചിയായിരിക്കും. പിന്നെ ഉപ്പ് നോക്കണം, ഉപ്പ് പോരെങ്കിൽ അതും കൂടെ ചേർത്ത് ഇത് അടച്ച് കുറച്ച് വെള്ളം തളിക്കണം. കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് അടച്ച് വെച്ചാൽ ബാക്കി എണ്ണയും കൂടെ തെളിഞ്ഞ് നല്ല പരുവത്തിൽ രുചികരമായ ഞണ്ട് റോസ്റ്റ് തയ്യാറായി കിട്ടും. ഇനി ഇവിടെ കുറച്ച് ടിപ്സ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഞണ്ട് നോക്കി മേടിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.